ഹലോ. അതെ, ഞാൻ ഒരു പൂസായ കഥ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പണ്ടെന്നല്ല, ഈ ചിലർ കള്ള് കുടിച്ച് കഴിയുമ്പോൾ മദ്യപിച്ച് കഴിയുമ്പം ചില സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് കേട്ടിട്ടില്ല. അവർക്ക് അങ്ങനെ ചില കാര്യങ്ങളൊന്നും സീക്രട്ടായിട്ട് ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല, ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറയും. അങ്ങനെ ഒരു അബദ്ധം എനിക്കും പറ്റിയെന്ന് വേണേൽ പറയാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വൈൻ ഇടുന്ന ഒരു പതിവുണ്ടായിരുന്നേ. അപ്പോൾ ഒരിക്കൽ ഞാൻ എൻ്റെ അവധിക്ക് നാട്ടിൽ വന്നപ്പം പപ്പ ഉണ്ടാക്കി വെച്ച വൈൻ എല്ലാവർക്കും എടുത്ത് തന്നു. അത് ഞാൻ വരാത്തതുകൊണ്ട് അവരത് ഓപ്പൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് അവിടെ നിന്ന് നന്നായി ഒരു വർഷത്തോളം എടുത്ത് പഴകിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇച്ചിരി സിപ്പ് ചെയ്തു, ഞാൻ ഇച്ചിരി കുടിച്ചു. എല്ലാം അറിയത്തില്ല. ഹസ്ബൻഡിന് എന്നോട് ഭയങ്കര സ്നേഹം. പുള്ളിക്കാരൻ എന്നെ ഇച്ചിരി കൂടുതൽ കുടിപ്പിച്ചു. എനിക്ക് വേണ്ടാന്നുള്ള നിലപാട് നിന്നിട്ട് എന്നെ കൊണ്ട് ഇച്ചിരി വേണേൽ കൂടുതൽ കുടിപ്പിച്ചു എന്ന് പറയാം. ഒന്നും പറയണ്ട എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ബൂസ്റ്റായി പോയി. പിന്നെ അവിടെ എന്തുവാ നടന്നതെന്ന് എനിക്കറിയില്ല, ദൈവത്തിന് മാത്രം അറിയാം. പക്ഷേ പിറ്റേ ദിവസം എൻ്റെ നാത്തൂൻ്റെ പിള്ളേർ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടു Z എന്നെ കൊണ്ട് കാണിച്ചു. എൻ്റെ മനസ്സിലാണെങ്കിൽ കുടുക്കുടാ പേടിയായി. കാരണം അറിയത്തില്ലല്ലോ ഞാൻ വലിയ കുറ്റം അരപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ. ഞാൻ കല്യാണം കഴിച്ച് ചെന്ന സമയം അധികം കാലം ആയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനായിപ്പോയി. ഇതേമ്മ ഞാൻ എന്തെങ്കിലും വിവരക്കേട് വല്ലതും വിളിച്ച് പറഞ്ഞോ. അപ്പം കേട്ടപ്പം ആദ്യമേ അമ്മായിമ്മക്കിട്ടുള്ള കൊട്ടാട്ടോ. അപ്പോൾ അമ്മായിമ്മയോട് പറയാം, ത്രശ്ശക്കുട്ടി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നിന്നെക്കൊണ്ട് ഞാൻ പുട്ടും പഴം ഉണ്ടാക്കിപ്പിക്കും. അടുത്ത ഡയലോഗ് കെട്ടാനായിട്ടുള്ളതായിരുന്നു. കെട്ടാനോട് ഞാൻ പറഞ്ഞു, അച്ചാച്ച നല്ല കോഴിയാന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ കോഴിയാണെങ്കിലും എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യ. പക്ഷെ ഇത് കേട്ടപ്പം കെട്ടാൻ ചിരി വന്നെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സന്തോഷമായിരിക്കാം എന്ന് പിന്നീട് എനിക്ക് തോന്നി കേട്ടോ. അതിനുശേഷം എൻ്റെ നാത്തൂൻ്റെ പിള്ളേർ എന്നെ എപ്പോൾ കണ്ടാലും പുട്ടും പഴവും ആൻറ്റി എന്നാണ് വിളിക്കാറ്. ഇപ്പം പക്ഷെ അതൊക്കെ മാറി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അബദ്ധം സംഭവിച്ച ആരെങ്കിലും ഒക്കെ എന്നെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. ബൈ.